CPM പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ തുടർച്ചയായി വിവാദങ്ങളിൽ പെടുകയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയാണ് പുതിയ വിവാദമുണ്ടാകുന്നത്. ഇതിനെതിരെ പ്രതിപക്ഷം ശക്തമായ നീക്കവുമായി രംഗത്ത് വരികയാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിൽ വിജയിച്ചത് മുസ്ലിം വർഗീയ ചേരിയുടെ പിന്തുണയോടെയാണെന്നതായിരുന്നു കഴിഞ്ഞ ദിവസം എ വിജയരാഘവൻ പറഞ്ഞത്. ആ പ്രസ്താവനയാണ് വലിയ വിവാദങ്ങൾക്ക് ഇടവെച്ചത്. ഇതിനെതിരെ പ്രതിപക്ഷം കടുത്ത നീക്കത്തിനൊരുങ്ങുന്നു. സംഘപരിവാറിനെ പോലും നാണിപ്പിക്കുന്ന വർഗീയ സമീപനമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എ വിജയരാഘവനെതിരെ നിലപാടെടുത്തത്. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഏറ്റവും കൂടുതൽ ആളുകളെ വിമർശിക്കുന്ന ആളാണ് ഞാൻ. വിമർശനത്തിന് അതീതനല്ല. എന്നെ വിമർശിക്കാൻ സാമുദായിക നേതാക്കന്മാർക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും എൻ്റെ പാർട്ടിയിൽപ്പെട്ടവർക്കും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്. പാർട്ടിയിൽപ്പെട്ടവർ പാർട്ടി വേദിയിൽ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാത്ത ആളുകൾക്കൊക്കെ പൊതുവായി വിമർശിക്കാൻ എൻ്റെ ഭാഗത്തു നിന്ന് തെറ്റ് തിരുത്തേണ്ടതുണ്ടോ എന്ന് ഞാൻ പരിശോധിച്ച് ഞാൻ തെറ്റ് തിരുത്താം. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് യാതൊന്നും പറയാനില്ല. വിജയരാഘവൻ വർഗീയ രാഘവനായി മാറിയെന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും വിമർശനമുന്നയിച്ചു. ഇത്രയും അസത്യപൂർണമായിട്ടുള്ള ആരോപണം ഈ രാഹുൽ ഗാന്ധിക്കെതിരെ ഉന്നയിക്കാൻ വിജയരാഘവൻ ഉന്നയിച്ചപ്പോൾ അത് CPM പോളിറ്റ് ബ്യൂറോ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഞാൻ ഉന്നയിക്കുന്നത്. ഇത് ഉന്നയിക്കാനുള്ള പ്രധാനമായ കാരണം ഞാൻ വിശദീകരിക്കുന്നത്, ഇത് തീർച്ചയായിട്ടും BJPയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവരുമായിട്ടുള്ള ഡീലിന്റെ ഭാഗമായിട്ട് രാഹുൽ ഗാന്ധിയെ ക്രൂശിക്കാൻ കേസെടുക്കാൻ അവിടെ തയ്യാറായപ്പോൾ ഇവിടെ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ CPMന്റെ കൊട്ടേഷൻ ഏറ്റെടുക്കുകയായിരുന്നു പോളിറ്റ് ബ്യൂറോ മെമ്പർ ചെയ്തത് എന്നുള്ളതാണ്. അത് CPMന്റെ മാത്രം കൊട്ടേഷനല്ല, BJP കൊട്ടേഷനായിരുന്നു. ഏറ്റവും രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നത് മുസ്ലിം ലീഗ് തന്നെയാണ്. പച്ചയായ വർഗീയതയാണ് CPM പറയുന്നത് എന്നതാണ് ലീഗിന്റെ വിമർശനം. വിജയരാഘവന്റേത് ക്രൂരമായ പരാമർശമാണെന്നും വയനാട്ടിലെ വോട്ടർമാരെ ഉൾപ്പെടെ തള്ളിപ്പറയുന്ന രീതിയാണെന്നും കുഞ്ഞാലിക്കുട്ടി വിമർശിച്ചു. അതൊക്കെ വളരെ ക്രൂരമായ ഒരു പരാമർശമാണ്. മാത്രമല്ല, ഭൂരിപക്ഷ വർഗീയത ലക്ഷ്യം വെച്ച് ഒന്നിനു പിറകെ ഒന്നായിട്ട് CPMന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വരുന്നത് അവരുടെ അടിത്തറ തന്നെ ഇളക്കുന്ന പരിപാടിയാണ്. കാരണം ഒന്നല്ലല്ലോ, ഒരുപാടായിപ്പോയി. ഭൂരിപക്ഷ വർഗീയത ഇളക്കി വിടാൻ നോക്കുകയാണ്. അതായത് ഇപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ ഇന്ത്യ മുന്നണിയൊക്കെ പാർലമെന്റിലൊക്കെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. അതിവിടെ കേരളത്തിൽ ഇവർ പരീക്ഷിക്കുകയാണ്. ഉത്തരേന്ത്യയിൽ BJP കൊണ്ടു നടക്കുന്ന രാഷ്ട്രീയമാണ് ഇപ്പോൾ കേരളത്തിൽ CPM ഇടതുപക്ഷം പരീക്ഷിക്കുന്നത്. എന്തായാലും പ്രതിപക്ഷം കടുത്ത നീക്കത്തിലാണ് ഒരുങ്ങുന്നത്. എ വിജയരാഘവന്റെ പ്രസ്താവന പ്രതിപക്ഷം ശക്തമായ അത് വിമർശനം ഉന്നയിച്ച് തന്നെ പോകുന്നു. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ഇപ്പോൾ നമ്മൾ കേട്ട PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസ്താവന തന്നെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത്. ഒന്ന്, CPM ഭൂരിപക്ഷ വർഗീയതയ്ക്കൊപ്പം നിന്ന് അവരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രസ്താവനകൾ ഉണ്ടാവുന്നത്. പച്ചയായ വർഗീയത CPM പറയുന്നു, അത് അവരുടെ രാഷ്ട്രീയമാണ്. കടുത്ത നിലപാട് പ്രതിപക്ഷം സ്വീകരിക്കുമ്പോൾ എന്താണ് ഇത് സംബന്ധിച്ച CPMന്റെ മറുപടി? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒപ്പം പ്രതിപക്ഷം എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? വോട്ട് ചോരുന്നുവെന്ന ആധിയാണ് CPM നേതൃത്വത്തെ ഇത്തരം പ്രസ്താവനകൾ നടത്താൻ പ്രേരിപ്പിക്കുന്നത് എന്ന രൂക്ഷമായ വിമർശനമാണ് PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ലീഗ് നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് എ വിജയരാഘവൻ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചത് PK കുഞ്ഞാലിക്കുട്ടി തന്നെയാണ്, ലീഗ് നേതൃത്വം തന്നെയാണ്. ഭൂരിപക്ഷ വർഗീയത പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം CPMന്റെ അടിത്തറ ഇളക്കുന്നതിന് മാത്രമേ വഴിവെക്കുകയുള്ളൂ എന്നാണ് PK കുഞ്ഞാലിക്കുട്ടിയുടെ വിമർശനം. അതോടൊപ്പം പച്ചയായ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കാനുള്ള നീക്കമാണ് CPM നടത്തുന്നത്. അതിന്റെ ഭാഗമായിയാണ് ബോധപൂർവം എ വിജയരാഘവൻ ഇത്തരം ഒരു പ്രസ്താവന നടത്തിയതെന്ന് കൂടി കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെക്കുന്നു. കോൺഗ്രസ് നേതൃത്വവും ദേശീയ നേതൃത്വവും വിമർശനവുമായി രംഗത്തെത്തുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരിക്കുന്നു. അവരെ കൂടുതൽ പ്രകോപിപ്പിച്ചത് രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയിരിക്കുന്ന പരാമർശം തന്നെയാണ്. വർഗീയ വോട്ടുകൾ കൊണ്ടാണ് വിജയം വയനാട്ടിൽ വലിയ ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ജയിക്കുന്നത് എന്ന തരത്തിലുള്ള പരാമർശം അത് രാഹുലിനും പ്രിയങ്കയ്ക്കുമൊപ്പം
ഡൽഹിയിൽ അണിചേർന്ന് നിൽക്കുകയും ഇവിടെ വന്ന് വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നതിലെ അർത്ഥം എന്താണ് എന്ന തരത്തിൽ കെ.സി. വേണുഗോപാൽ തന്നെ പ്രസ്താവനയുമായി രംഗത്തെത്തുന്നു. ബി.ജെ.പിയുടെ കൊട്ടേഷൻ CPM ഏറ്റെടുത്തിരിക്കുകയാണ് എന്ന തരത്തിലുള്ള വിമർശനമാണ് കെ.സി. വേണുഗോപാൽ അല്പസമയം മുമ്പ് ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് നടത്തിയത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അതിരൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം. മുഖ്യമന്ത്രി ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖം അത് പിന്നീട് വിവാദമാകുന്ന സാഹചര്യം. സമാനമായ തരത്തിൽ എല്ലാ ദേശീയ മാധ്യമങ്ങളെയും PR ഏജൻസിയുടെ സഹായത്തോടെ സ്വാധീനിച്ച് സംഘപരിവാറിനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം നടത്തുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് വിജയരാഘവൻ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞു വെക്കുമ്പോൾ അത് പ്രതിപക്ഷം വലിയ തരത്തിൽ CPM-നെതിരെയുള്ള ഒരു പ്രചാരണ വിഷയമാക്കി മാറ്റുകയാണ്. ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടത് CPM നേതൃത്വത്തിന് മുമ്പിൽ, പാർട്ടിക്ക് മുമ്പിൽ, സർക്കാരിന് മുമ്പിൽ അനിവാര്യതയായി മാറുന്ന ഒരു സാഹചര്യം വരും. അവിടെ മുഖ്യമന്ത്രിയുടെ നിലപാട്, അദ്ദേഹം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത്തരം വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രസ്താവനകൾ വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം അടുത്ത ദിവസം CPM-ന്റെ പൊതുസമ്മേളനം, തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് പൊതുസമ്മേളനം നടക്കുന്നുണ്ട്. ആ പൊതുസമ്മേളനത്തിലായിരിക്കാം ഒരുപക്ഷെ ഇതിന് രാഷ്ട്രീയമായ മറുപടി നൽകാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ രാഷ്ട്രീയമായി ഈ നിലപാടിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നതാണ് ആകാംക്ഷയോടെ ഏവരും കാത്തിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രസ്താവന ഉണ്ടായാൽ അതുണ്ടാക്കാൻ പോകുന്ന ചർച്ചകൾ, അത് ഉണ്ടാക്കാൻ പോകുന്ന വിവാദങ്ങൾ ചെറുതായിരിക്കില്ല. മറിച്ച് വിജയരാഘവനെ പിന്തുണയ്ക്കുന്ന തരത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രിയും ഇതിനോട് നിലപാട് സ്വീകരിക്കുക എങ്കിൽ അതിനെതിരെ വലിയ രാഷ്ട്രീയ പ്രചാരണം തുടങ്ങാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ആലോചനകൾ. കഴിഞ്ഞ കുറേ നാളുകളായി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ തീരുമാനങ്ങളാണ് എടുക്കുന്നത്. 4,10,000 വോട്ടിൽ ജയിച്ച പ്രിയങ്ക ഗാന്ധി തീവ്രവാദികളുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചതെന്ന് വിജയരാഘവൻ, അല്ലാതെ വേറെ ആരുടെങ്കിലും നാവിൽ ഇത് വരുമോ? ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു ട്രോള് കണ്ടു. വിജയരാഘവൻ UDFന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു ട്രോള് കണ്ടു. സത്യത്തിൽ അതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വഴി കൂടി പോണവൻ നടന്നു പോയാൽ പോലെ കാറിപ്പോയി അമ്മായിയമ്മയെ കാണാൻ പോവാണെന്നുള്ള ചോദ്യം ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്. അവിടെ പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്ത എല്ലാ വിഭാഗം ജനങ്ങളും വോട്ട് ചെയ്യാതെ ഒരാൾ പാർലമെന്റിലേക്ക് 4,10,000 വോട്ടിന് ജയിക്കുക. എന്നിട്ട് തീവ്രവാദികളാണ് വോട്ട് ചെയ്തത് എന്ന് പറഞ്ഞ് അവിടെ സംഘപരിവാറിനെ സന്തോഷിപ്പിക്കുക. ഡൽഹിയിൽ ഇത് തന്നെയാണ് സംഘപരിവാർ അവിടെ ആവർത്തിക്കാൻ പോകുന്നത്. സംഘപരിവാറിന് ഒരു ആയുധം കൊടുത്താണ് സംസാരിക്കാൻ വേണ്ടിയിട്ട്, പ്രിയങ്ക ഗാന്ധിക്കെതിരായി, രാഹുൽ ഗാന്ധിക്കെതിരായി സംസാരിക്കാൻ. വിജയരാഘവൻ അല്ലാതെ ലോകത്ത് ആർക്കെങ്കിലും പറയാൻ പറ്റും? വിജയരാഘവനെതിരെ കടുത്ത നീക്കത്തിനാണ് പ്രതിപക്ഷം ഒരുങ്ങുന്നത്. അതാണ് നേതാക്കളുടെ പ്രസ്താവനയിൽ വ്യക്തമാവുന്നത്.